ആദ്യം നിർമ്മൽ എബ്രഹാമിലേക്ക്. നിർമ്മൽ, 25% തീരുവ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയ്ക്കാകെയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിരുന്നു. അതിന് പിന്നാലെയാണ് അധിക പിഴത്തീരുവ കൂടി ചേർത്ത് 50%ലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്ക ചുമത്തുന്ന ഏറ്റവും വലിയ തീരുവ ഇന്ത്യ ഏറ്റുവാങ്ങുമ്പോൾ സാമ്പത്തിക മേഖല നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സാമ്പത്തിക മേഖല നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള പോലെ തന്നെ ടാരിഫ് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ അഡീഷണൽ 25% ടാരിഫ് റഷ്യൻ ഓയിൽ മേടിക്കുന്നു എന്ന പേരിലാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ റഷ്യൻ ഓയിൽ വേണ്ടെന്ന് വെച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, ടാരിഫ് കൂടുന്നതിന്റെ പ്രശ്നങ്ങൾ വേറെ വശത്തുണ്ട്. ടാരിഫ് കൂടിയാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല പ്രോഡക്ട്സും, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ജെംസ്, ജുവലറി, അങ്ങനെ ഇന്ത്യയുടെ ഒരുപാട് പ്രോഡക്ട്സിന് അമേരിക്കയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നയിക്കുന്ന പ്രോഡക്ട്സിന് 50% ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവിടെ 50%-ലേറെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ശ്രീലങ്കൻ മെയ്ഡ് അല്ലെങ്കിൽ ബംഗ്ലാദേശി മെയ്ഡ് അല്ലെങ്കിൽ വിയറ്റ്നമീസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരിക്കും ബൂം ചെയ്യുക. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് അല്പം തടസ്സം വരും. അതനുസരിച്ച് നമ്മുടെ ട്രേഡിനെ അത് ബാധിക്കും എന്നുള്ള ഒരു വശത്ത്. പിന്നെ അത് കൂടാതെ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ട്രേഡിനെ ബാധിക്കുന്നത് കൂടാതെ ഇന്ത്യക്ക് ഇപ്പം മറ്റൊരു പ്രശ്നമുള്ളത് റഷ്യയുമായിട്ടുള്ള ഓയിൽ ട്രേഡ് നിർത്തണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിരവധി രീതികളിൽ ബാധിക്കും. ഒന്ന്, ഇപ്പൊ റഷ്യൻ ഓയിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത് കൂടുതലും നയര അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള പ്രൈവറ്റ് പാർട്ടികൾ മേടിച്ച് അവര് അതിന്റെ ഒരു ഭാഗം നമ്മുടെ കസ്റ്റമേഴ്സിന്, കൺസ്യൂമേഴ്സിന് തരുവാണ്. അതുകൊണ്ട് ഈ വില കുറച്ച് നാളായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. റഷ്യൻ ഓയിൽ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ, അതായത് നമ്മൾ വേണ്ടെന്ന് വെച്ച പോർഷൻ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിക്കേണ്ടി വരും. കാരണം ഡിമാൻഡ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പഴയ റേറ്റിലോട്ട് പോവുകയും ആ റേറ്റ് അനുസരിച്ച് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കറിയാം പെട്രോൾ ഡീസലിന്റെ വില വർദ്ധിക്കും. വർദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന്റെ വില വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഫുഡ് പ്രോഡക്ട്സിന് വില വർദ്ധിക്കും. ഇൻഫ്ലേഷനിലോട്ട് പോകും. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഓയിൽ, നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ച് വേറൊരു പങ്ക് നമ്മൾ റിഫൈൻ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ നിന്ന് വലിയൊരു ലാഭം ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണം, US-ലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ നമ്മൾ ഈ റഷ്യൻ ചീപ്പായിട്ടുള്ള ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്ത് നല്ല പെട്രോളും ഡീസലും ജെറ്റ് ഫ്യൂലും ഒക്കെ ആയിട്ട് അയക്കുന്നത് നിന്ന് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ട്രേഡിൽ ഒരു പ്രശ്നം വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം, ഈ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുതൽ നമ്മൾ പല ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സും ഒപ്പുവെക്കുന്നുണ്ട്. അത് നമുക്കൊരു ഒരു പോസിറ്റീവ് സൈനാണ്. ഇപ്പൊ പക്ഷേ ഇതുവരെ ഒപ്പുവെച്ചിട്ടുള്ളതൊക്കെ ഒരുവിധം ഏറെക്കുറെ ചെറിയ രാജ്യങ്ങൾ, പോപ്പുലേഷൻ ടേംസിലെങ്കിലും ചെറിയ രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ മൗറീഷ്യസുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്, UAE-യുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ മാസം നമ്മൾ ഡിസ്കസ് ചെയ്തത് UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഒക്കെ ഒപ്പുവെക്കുന്നത് വഴി ഏറെക്കുറെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ട്രേഡ് ഈ രാജ്യങ്ങളിലോട്ട് റീറൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യക്കുള്ള ആശ്വാസം. പക്ഷെ അത് അമേരിക്ക പോലുള്ളൊരു മാർക്കറ്റിനെ റീറൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ UK ആയിട്ടോ അല്ലെ കാനഡ ആയിട്ടോ ഓസ്ട്രേലിയ ആയിട്ടോ ഒന്നും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വെച്ചത് കൊണ്ട് മാത്രം ആയില്ല. കാരണം അവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ ചെറുതാണ് കമ്പയർ ചെയ്ത്. ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 340 മില്യൺ ആളുകൾ താമസിക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള മൗറീഷ്യസ് ഒക്കെ വെറും 12 ലക്ഷം ആളുകൾ, അല്ലെ UK വെറും 7 കോടി ആളുകൾ, കാനഡ വലിയ രാജ്യമാണെങ്കിൽ വെറും 4 കോടി ജനങ്ങളൊക്കെ വസിക്കുന്ന രാജ്യത്ത് ആയിട്ടല്ല നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്പീഡപ്പ് ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. ആ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഏറെക്കുറെ അമേരിക്കയുമായിട്ടുള്ള റിലയൻസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. കാരണം ട്രംപ് ഇതുവരെ കയറിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടെന്ന് നമുക്ക് തോന്നും, കാരണം അത്രയധികം ഇവന്റ്ഫുൾ ആണ് പുള്ളിയുടെ ഓരോ ആക്ടിവിറ്റി. പക്ഷേ 3.5 വർഷം ഇനിയും ട്രംപിന് ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത്ര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പ്രസിഡന്റ് ഇരിക്കെ അമേരിക്കയ്ക്ക് ബദലായിട്ട് മറ്റൊരു മാർക്കറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ടോക്ക് നടന്നിരുന്നു. പക്ഷെ അത് അടുത്ത വർഷം ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ റീറൂട്ട് ചെയ്യാൻ പറ്റും ട്രേഡ്. വലിയ